ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും BJP 10, 15, 18% വോട്ട് വർധന ഉണ്ടാക്കിയ സമയത്ത് 1% പോലും വോട്ട് വർധന ഉണ്ടാക്കാത്ത സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ്. അത് ഭരിച്ച സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണ്ട. പക്ഷേ പിണറായി വിജയൻ തോറ്റുപോയി. 8 മെമ്പർമാർ BJP-യിലേക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ ഒരക്ഷരമില്ല. അത് അയ്യോ അത് 8 മെമ്പർമാർ സർക്കാർ ഭരിക്കുമ്പോഴേ 2006 2011 BJP-ക്ക് എത്ര വോട്ട് കൂടി? 2006 അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മെമ്പർമാർ മുഴുവൻ എവിടെയപ്പോ? അതാണ് ഞാൻ പറയുന്നത്. അല്ല അതാണ് 8 വർഷം നാം പറയുമ്പോ എന്താണെന്നറിയോ, BJP-യിലേക്ക് ആൾക്കാർ പോകുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലാന്നേ. അതായിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ട് മേടിക്കുമ്പോൾ കൂട്ടുകൂടുമ്പോൾ അത് പ്രശ്നമില്ല. എല്ലാ ജില്ലകളിലും എല്ലാ വകുപ്പുകളിലും യോഗം ചേർന്നു, മന്ത്രിമാർ സഞ്ചരിക്കുന്നു, മന്ത്രിസഭ സഞ്ചരിക്കുന്നു. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാക്കി നിലനിർത്താൻ പറ്റിയ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ആയിക്കോട്ടെ 8 വോട്ടെങ്കിൽ 8 വോട്ട് എന്ന് പറയുന്ന ശൈലിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. CPM-ന്റെ അടിത്തറ വർക്ക് ചെയ്യുകയാണെങ്കിൽ, CPM-ന്റെ പാർട്ടി ഇറങ്ങി വർക്ക് ചെയ്യുകയാണെങ്കിൽ 27.77% CPM-ന്റെ അണികളുണ്ടല്ലോ, 27.77% CPM-ന്റെ അണികൾ. ആ അണികൾ ഇറങ്ങി പണിയെടുത്താൽ ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമേ കേരളത്തിൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യം കോൺഗ്രസിനുണ്ടെങ്കിൽ കോൺഗ്രസിന് നന്ന് എന്നുള്ളതായി എനിക്ക് പറയാനുള്ളൂ.